റഹീം കവിടെ സംസാരിച്ചത് ഒരു നഴ്സറി കുട്ടിയുടെ അത്ഭുതത്തോടെ ഈ പ്രകൃതിയെ വീക്ഷിക്കുന്ന രീതിയിലാണ്. അദ്ദേഹം പൂവിനെ പറ്റിയും അതിൻ്റെ ഇതളിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ഹാർട്ട് ജീവിതകാലം മുഴുവൻ മിടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ദിവസം ഇത്ര ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് മൂപ്പര് അതിന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് മുന്നേ പറഞ്ഞ ഈ നമ്മുടെ ശരീരത്തിൻ്റെ പിഴവുകൾ, അതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ജീവിച്ച സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല, കഞ്ചനിറ്റലാണ്, ജനിതകപരമായിട്ടാണ്. കഞ്ചനിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിക്ഷണറിയിൽ. അതിൽ പറയുന്നത് ഇൻബോൺ, ജന്മസിദ്ധമായിട്ടുള്ള പിഴവ്. കഞ്ചനിറ്റൽ ഡിഫോമാലിറ്റി എന്ന് പറയുന്ന ജന്മസിദ്ധമായിട്ടുള്ള ജനിതക തകരാറുകൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ. അത് കഞ്ചനിറ്റൽ എന്ന വാക്കിൻ്റെ ഇൻബോൺ എന്ന അർത്ഥം ജന്മസിദ്ധം. പിന്നെ ഇൻഹെറിറ്റഡ്, പാരമ്പര്യപരമായിട്ടുള്ള, ഹെറിഡിറ്ററി, പാരമ്പര്യം. ഇതൊക്കെയാണ് അതിന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ പരിണാമത്തിൻ്റെ സിദ്ധാന്തത്തെ നിരാകരിക്കുക എന്നുള്ളത് എക്കാലഘട്ടത്തിലും മത സൃഷ്ടിവാദികളുടെ ഒരു ലക്ഷ്യമാണ്. കാരണം പരിണാമം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിൻ്റെ അന്ത്യമാണ്. കാരണം ദൈവമല്ല സൃഷ്ടിച്ചത്, ജീവജാലങ്ങൾ, അജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് ജീവനുണ്ടായി, അത് പരിണമിച്ചുകൊണ്ട് വിവിധ ജീവജാലങ്ങൾ ഉണ്ടായി എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അതിൽ ഒരു സൃഷ്ടാവിനെ നിഷേധിക്കുന്നുണ്ട്. ഈ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു കയ്യിൽ ബൈബിളും ആയിട്ടാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിട്ട് സെമിനാരി പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നിഗമനമാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കേവല നിഗമനമല്ല, അതിന് ഈ പാലിയോന്തോളജിക്കൽ എവിഡൻസ് മാത്രമല്ല, ഫോസിൽസ് എവിഡൻസ് മാത്രമല്ല, ജെനറ്റിക്കൽ സയൻസ്, DNA അല്ലെ ജനിതക ശാസ്ത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ കാണിക്കുന്ന വളരെ ശക്തമായ ഒരു തെളിവാണ് മനുഷ്യന് 23 ജോഡി ക്രോമസോമുകളും ചിമ്പാൻസിക്ക് 24 ക്രോമസോമുകളാണ്. ഇതിൽ ഈ മനുഷ്യൻ്റെ രണ്ടാമത്തെ ക്രോമസോം എന്ന് പറയുന്നത് ചിമ്പാൻസിയുടെ 2 ക്രോമസോമുകൾ ചേർന്നുകൊണ്ട് ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഉണ്ടായത് എന്നുള്ള വളരെ കൃത്യമായ ജനിതക സപ്പോർട്ട് അതിന് ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏത് മോഡേൺ അൾട്രാ മോഡേൺ സയൻസിൻ്റെ ഏത് സൈറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ എല്ലാം ഏത് DNA എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ അതിലെ DNAയുടെ കോവണികൾ, അതിൽ അഡ്മിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഈ 3 നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല 2010 മറ്റോ ക്രഗ് വെൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈഫ് ക്രിയേറ്റ് ചെയ്തു. അഡ്മിൻ, തൈമിൻ, ഗ്വാലിൻ, സൈറ്റോസിൻ എന്നുള്ള ഈ നൈട്രജൻ ബേസുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്രിമ ജീവൻ അന്ന് സൃഷ്ടിച്ചു, ഒരു ബാക്ടീരിയ സൃഷ്ടിക്കുകയും അത് പ്രത്യുൽപാദനം നടത്തുകയും ചെയ്ത ഒരു സംഭവം വളരെ കൃത്യമായിട്ട് ഇന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നത്തെ പത്രങ്ങളിലടക്കം എല്ലാ പത്രങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ലൈഫിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ലൈഫ് ഇൻവെൻറ്റഡ് എന്ന് പറഞ്ഞ് തന്നെ വന്നിട്ടുള്ളതാണ്. മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലുള്ള DNA, അതായത് 96% DNAയും മനുഷ്യനും ചിമ്പാൻസിയും ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയുള്ള താഴേക്കുള്ള ജീവികളിലേക്ക് പോകുമ്പോൾ ഈ ഒരു റേറ്റിംഗ് കുറഞ്ഞാണ് വരുന്നത്. പിന്നെ കമ്പാരിറ്റീവ് അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജീവി മുതൽ ഉയർന്ന ജീവി വരെയുള്ള ജീവജാലങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി. ഇപ്പം 2 താഴെ തട്ടുള്ള ജീവജാലങ്ങളുടെ ഹൃദയം, അതിന് മേലെയുള്ള അങ്ങനെയാകുമ്പോൾ ഗ്രാജുവലായിട്ട് ഈ അറകളുടെ വലിപ്പം 2 അറയിൽ മാറി 3, അങ്ങനെ 4 അറ അങ്ങനെ വരുന്ന കാണാം. അതുപോലെ ശ്വാസകോശം, വെള്ളത്തിനും കരയിലും ഇടയിലുള്ള ജീവജാലങ്ങളാണെങ്കിൽ അതിൽ ശ്വാസകോശവും വർക്ക് ചെയ്യും, ചെകിളപ്പൂക്കളും വർക്ക് ചെയ്യും. ചില ജീവജാലങ്ങളിൽ അതിൽ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കേണ്ട സിസ്റ്റം കൂടുതൽ വർക്ക് ചെയ്യുകയും ഓക്സിജൻ സ്വീകരിക്കേണ്ട സിസ്റ്റം കുറച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. അത് ചില മത്സ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കൈച്ചൽ എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങൾ, പുഴ മത്സ്യങ്ങളിൽ അല്ലെ തവളേൻ്റെ പോലുള്ള ജീവജാലങ്ങളുടെ ജീവചക്രം തന്നെ വെള്ളത്തിലും കരയിലാണ്. അത് ഫസ്റ്റിൽ മുട്ടയിടുക വെള്ളത്തിലാണ്, അതിൻ്റെ കൂത്താടി വളരുക വെള്ളത്തിലാണ്, കൊതുക്, അങ്ങനെയുള്ള ഒരുപാട് ജലചക്രമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഏത് തലച്ചോറിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ കമ്പാരിറ്റീവ് അനാട്ടമി സ്റ്റഡിയിൽ നമുക്ക് ഈ ഗ്രാജുവലായിട്ടുള്ള ഗ്രോത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്, ഏത് അവയവം എടുത്തു കഴിഞ്ഞാലും. അതേപോലെ ജങ്ക് DNA എന്ന് പറയുന്ന മനുഷ്യനിൽ 2000-ഓളം ആക്റ്റീവ് DNA ഉണ്ട്, അത്രത്തോളം ഇന്നാക്റ്റീവ് DNA ഉണ്ട്. ആ ഇന്നാക്റ്റീവ് DNA, ജങ്ക് DNA, അത് പരിണാമത്തിലൂടെ നമുക്ക് കിട്ടിയാണ്.
അതിൽ പലതും നമുക്ക് ഇന്ന് ആവശ്യമില്ല. മനുഷ്യൻ്റെ മുൻഗാമികളായിരിക്കുന്ന അസ്ട്രലോപിത്തക്കുന്ന അവരൊക്കെ രോമം നിറഞ്ഞ ഒരുപാട് ശരീരം ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിലുള്ള DNA ആക്ടിവിറ്റി കൊണ്ട്, വേണ്ടാത്ത DNA ആക്ടിവേറ്റ് ആകുന്നത് കൊണ്ട് വരുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട്. വാലായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്. ഇന്നും ചില കുട്ടികൾ വാലോടെ ജനിക്കുന്നുണ്ട്. അതിന് കാരണം വെച്ചാൽ വെസ്റ്റീജിയൻ ഓർഗൻസ് എന്ന് പറയുന്ന പരിണാമത്തിന്റെ അവശോഷണം എന്ന അവയവങ്ങൾ അതിൽ ഒരുപാടുണ്ട്. നമ്മളെ ചെവിയുടെ മസിലുണ്ട്, അതേപോലെ പുരികമുണ്ട്. പുരിക വെച്ചാൽ മേലെയുള്ള പുരികയാണ്, കണ്ണിൻ്റെ പുരികയല്ല. അതുപോലെ ടെയിൽ ബോൺ, വാലിൻ്റെ ഇടയിലുള്ള അസ്ഥി, അതുപോലെ അപ്പൻഡിസൈറ്റിസ്, അങ്ങനെ വെസ്റ്റീജിയൻ ഓർഗൻസ് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യന് അവശോഷണം വന്ന അവയവങ്ങളുടെ തെളിവുകൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വൂൾഫ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള രോഗമുണ്ട്. വൂൾഫ് സിൻഡ്രോം എന്ന് പറയുന്ന രോഗം എന്ന് വെച്ചാൽ ആ രോഗിയുടെ ശരീരത്തിൽ മൊത്തം രോമമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ ഈ ഇത്തരത്തിലുള്ള ഈ ഇന്നാക്റ്റീവായിട്ട് കിടക്കേണ്ട DNA ഓണായി കഴിഞ്ഞതുകൊണ്ട്, ഓണാവുന്ന ഒരു അസുഖം കൊണ്ട് ദേഹം മുഴുവൻ രോമമായിട്ട് ഇന്നും ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരിണാമത്തിന് ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജനിതകപരമായിട്ട് ജനിക്കുമ്പോൾ തന്നെ വരുന്ന ഒരുപാട് തകരാറുകൾ, അതിനുശേഷം വരുന്ന ഒരുപാട് തകരാറുകൾ, മനുഷ്യ ശരീരം കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിത വ്യവസ്ഥയുടെ ഭാഗമാണെങ്കിൽ ആ ആസൂത്രണം ചെയ്ത ഒരാൾ എല്ലാം തികഞ്ഞവനാണെങ്കിൽ അതിൽ പോരായ്മ വരാൻ പാടില്ല. മനുഷ്യനൊരു വീട് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു റോബോട്ട് നിർമ്മിക്കുന്നു, അതിലൊക്കെ ഒരുപാട് പോരായ്മ വരാം. കാരണം മനുഷ്യൻ എല്ലാം തികഞ്ഞതല്ല, എല്ലാം കഴിവുള്ളതല്ല. ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വ കഴിവിനും അതീതമായിരിക്കുന്ന ഒരാൾ ഡിസൈൻ ചെയ്ത ഒരു സൃഷ്ടിയാണ് മനുഷ്യനെങ്കിൽ അതിൽ പിഴവുകൾ വരാൻ പറ്റില്ല, അതിൽ മാറ്റങ്ങൾ വരാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ പല ഇതിലും കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങിലൂടെ, അല്ലെങ്കിൽ മീനുകളെ തന്നെ പല രീതിയിൽ ഫ്ലൂറസൻസ് ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ DNA കടത്തി വിട്ടുകൊണ്ട് പല കളറുകളുള്ള മീനുകളാക്കി മാറ്റുന്നു, അതിനെ തിളങ്ങുന്ന മീനുകളാക്കി മാറ്റുന്നു. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ DNA ക്ലോണിങ് ഉപയോഗിച്ചുകൊണ്ട് ഡോളി എന്ന് പറഞ്ഞ ആടിനെ ഉൽപ്പാദിപ്പിച്ചു. ജെനറ്റിക്കൽ സയൻസിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന പല രോഗങ്ങളെ തന്നെ ആ DNA മാറ്റിവെച്ചുകൊണ്ട് എടുത്തെറിയാൻ പറ്റുമെന്നുള്ള നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോയി. ജനിതക രോഗങ്ങളെ വേരോടെ പിഴുതെറിയാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി. ഇതൊക്കെ ദൈവത്തിൻ്റെ ആസൂത്രണമാണെങ്കിൽ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് DNA മാറ്റിക്കൊണ്ട് മനുഷ്യൻ്റെ സ്വഭാവങ്ങളെയോ അല്ലെങ്കിൽ തകരാറുകളുടെ രോഗാവസ്ഥ എങ്ങനെ ചികിത്സിക്കാൻ പറ്റും? അപ്പോൾ ഇതൊരു പൂർണ്ണ സൃഷ്ടിയുള്ള ഒരു മനുഷ്യനല്ല. അപ്പോൾ നമ്മളൊരു അത്ഭുതം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡേൺ കമ്പ്യൂട്ടർ കണ്ടു. ആ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയൊരു സാധനം, അല്ലെ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മൊബൈൽ ഫോൺ, ഇവിടെ 80 കോടി ജനങ്ങളുണ്ട്. ഞാനൊരു ആളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ 80 കോടി ആൾക്കാരിൽ മറ്റൊരാൾക്കും കിട്ടാതെ അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണമുണ്ട്, വളരെ ഷാർപ്പാണത്, അല്ലെങ്കിൽ വളരെ ഷാർപ്പാണത്. അപ്പം ഞാൻ പറയാണ്, ഇത് ഒരിക്കലും മനുഷ്യൻ സൃഷ്ടിക്കാൻ പറ്റില്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രകൻ ആവശ്യമാണ് എന്നൊക്കെ പറയുന്നൊരു വിഡ്ഢിത്തമാണത്. മനുഷ്യർക്ക് പ്രകൃതിയിലെ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തത്വങ്ങൾ കണ്ടെത്തിയിട്ട് അത് കൃത്യമായി സൃഷ്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതിലൊന്നും തന്നെ ഒരു ആസൂത്രണം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, MRI സ്കാനിങ് മെഷീൻ, അതായത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമാജിംഗ് എന്ന് പറയുന്ന ഈ MRI സ്കാനിങ് മെഷീനിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ 10,000 ഇരട്ടി കാന്തിക മണ്ഡലം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മാഗ്നറ്റിക് റെസൊണൻസ് ഇമാജിങ്ങിൽ. അതേപോലെ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ അടിയിലുള്ള ഈ ലാർജ് ഹഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞ പരീക്ഷണശാലയിൽ അത്യുഷ്മാവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഭൂമിയുടെ